കൊലപാതകം നടക്കുന്ന വിവരം അറിഞ്ഞിരുന്ന ആളാണ് അവിടുത്തെ ഡീൻ. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാൻ തയ്യാറാവണം. ദാരുണമായ ഈ സംഭവത്തിൽ മുഖ്യമന്ത്രി അടിയന്തരമായി സിദ്ധാർത്ഥിൻ്റെ വീട് സന്ദർശിക്കുകയും പറ്റിയ തെറ്റ്, പാർട്ടിക്കാർക്ക് പറ്റിയ തെറ്റ് അവരോട് ഏറ്റുപറയുകയും വേണം. മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്തമാണ്. അദ്ദേഹമാണ് ആഭ്യന്തര വകുപ്പിൻ്റെ തലവൻ. ദാരുണമായ ഈ കൊലപാതകത്തിന് സ്വന്തം പാർട്ടിക്കാരാണ് ഉത്തരവാദികൾ. അതുകൊണ്ട് അടിയന്തരമായി മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മൗനം വെടിയണം. എന്താണ് സംഭവിച്ചതെന്ന് ജനങ്ങളോട് തുറന്നു പറയണം. രക്ഷിതാക്കളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കണം. സൂര്യന് താഴെയുള്ള എല്ലാ കാര്യത്തിലും അഭിപ്രായം പറയുന്ന മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ മാത്രം എന്തുകൊണ്ടാണ് മൗനം അവലംബിക്കുന്നത്? എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ നാക്ക് ഇറങ്ങിപ്പോയത്? എന്തുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിക്കാത്തത്? 3 ദിവസം നടത്തിയ ഭീകരമായിട്ടുള്ള ആക്രമണം കൊലപാതകത്തിലേക്ക് നയിച്ചത് എല്ലാം ഡീനിന് അറിയാമായിരുന്നു. അധ്യാപക സംഘടനാ നേതാക്കൾക്കെല്ലാം അറിയാമായിരുന്നു. വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ മാത്രമല്ല, അധ്യാപക സംഘടനാ നേതാക്കൾക്കും ഡീനിനുമെല്ലാം അറിയാമായിരുന്നു ഈ കൊലപാതകത്തെ സംബന്ധിച്ച്. മൃതദേഹം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി എല്ലാ വിവരങ്ങളും മറച്ചു വയ്ക്കാൻ ഡീനടക്കം ശ്രമിക്കുന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ താല്പര്യം അനുസരിച്ചാണ്, CPM-ൻ്റെ താല്പര്യം അനുസരിച്ചാണ് മരണത്തിന് ശേഷം പാർട്ടിക്കാരിയായ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ജീവനക്കാരിയുടെ മകളെ കൊണ്ട് പരാതി കൊടുത്തിരിക്കും. ഇതെല്ലാം വളരെ ആസൂത്രിതമായ കൊലപാതകമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അടിയന്തരമായിട്ട് ഇക്കാര്യത്തിൽ കൊലക്കുറ്റത്തിന് പ്രതികളെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം നടത്തണം. ഇനി ഇത് സംസ്ഥാന പോലീസിന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കഴിയില്ലെന്നാണെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണം കൈമാറണം. കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണം കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. നാളെ കേന്ദ്രമന്ത്രി ശ്രീ V. മുരളീധരൻ തന്നെ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സത്യാഗ്രഹം ഇരിക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായി സർക്കാർ അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറണം, CBIക്ക് കൈമാറണം. ഇത് കേരളത്തെ നടുക്കിയ ഒരു കൊലപാതകമാണ്. 10,000 ലക്ഷക്കണക്കിന് രക്ഷിതാക്കൾ, ജനങ്ങൾ ഭീതിയിലാണ്. അതിനുള്ള പരിഹാരം അടിയന്തരമായിട്ട് വേണം. അതാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് അവരാരും ഇങ്ങനെ ഒരു കൊലപാതകം, ദാരുണമായൊരു സംഭവം ഒരു നാട്ടിലുണ്ടായാൽ എല്ലാവരും അവിടെ വരുന്നതാണ്. അവർക്ക് വരാൻ മനസാക്ഷിക്കുത്തുണ്ടെങ്കിൽ അവർ കേന്ദ്ര ഏജൻസി അന്വേഷണത്തിന് വിടട്ടെ. മറ്റു പല കാര്യങ്ങളിലും ഇടപെടുന്ന മുഖ്യമന്ത്രി, മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പല കാര്യങ്ങളിലും അഭിപ്രായം പറയുന്ന മുഖ്യമന്ത്രി, കേരളത്തിലെ, അതും തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു മുഖ്യമന്ത്രിയുടെ സെക്രട്ടേറിയറ്റിൽ നിന്ന് 18 കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഒരു സംഭവം നടന്നിട്ട് എന്താ അദ്ദേഹം വരാത്തത്? എന്താണ് അദ്ദേഹത്തിൻ്റെ രക്ഷിതാക്കളോട് സംസാരിക്കാനുള്ള മനപ്രയാസം? അതുകൊണ്ട് അദ്ദേഹം ഇക്കാര്യത്തിൽ മൗനം വെടിയണം എന്നുള്ളത് മസ്റ്റാണ്. അത് ഉറപ്പാണ്. അദ്ദേഹം ഇതിന് മറുപടി പറഞ്ഞേ മതിയാവുള്ളൂ. അധ്യക്ഷൻ K. സുരേന്ദ്രൻ നെടുമങ്ങാട് സിദ്ധാർത്ഥൻ്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ എന്തുകൊണ്ടാണ് ഇപ്പോഴും സിദ്ധാർത്ഥൻ്റെ വീട് സന്ദർശിക്കാൻ തയ്യാറാകാത്തത് എന്നാണ് K. സുരേന്ദ്രൻ ചോദിച്ചത്. മാത്രമല്ല, കൃത്യമായ ഇടപെടൽ ഈ പ്രതികളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. SFI പ്രവർത്തകരെ സംരക്ഷിക്കാനാണ് പോലീസ് തുടക്കം മുതൽ ശ്രമിച്ചതെന്നും K. സുരേന്ദ്രൻ പറയുന്നു. ഇപ്പോൾ ചന്തു കൂടി ചേരുന്നുണ്ട് നെടുമങ്ങാട് നിന്ന്. ചന്തു, ഏതായാലും അല്പസമയം മുമ്പാണ് K. സുരേന്ദ്രൻ സിദ്ധാർത്ഥൻ്റെ വീട് സന്ദർശിച്ചത്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും രാജീവ്, ഈ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇതുവരെ മുഖ്യമന്ത്രി ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ആശ്വാസവാക്ക് രക്ഷിതാക്കളെ അറിയിക്കുന്നതിന് പോലും തയ്യാറായിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു ഫോൺ കോൾ സിദ്ധാർത്ഥിന്റെ അച്ഛനെയോ കുടുംബാംഗങ്ങളെയോ ആരെങ്കിലും വിളിച്ച് ഇത്തരത്തിലൊരു ആശ്വാസവാക്ക് പറയുന്നതിനോ എന്താണ് എന്ന് ചോദിക്കുന്നതിനോ തയ്യാറായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് കടുത്ത വിമർശനം ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ ഉയർത്തിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മൗനം വെടിയാത്തത്? ഇതിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി മൗനം തുടരുന്നു? ഇനി പോലീസിന് ഈ കാര്യം, ഈ കേസ് അന്വേഷിക്കാൻ കഴിയില്ല എന്നാണെങ്കിൽ അത് കേന്ദ്ര ഏജൻസികൾക്ക് ഈ കേസ് അന്വേഷണം വിടണമെന്ന ആവശ്യമാണ് പ്രധാനമായും BJP സംസ്ഥാന അധ്യക്ഷൻ ഉന്നയിച്ചത്. മുഖ്യമന്ത്രി മാത്രമല്ല, മന്ത്രിമാർ ഈ വീട് സന്ദർശിക്കുകയോ കുടുംബാംഗങ്ങളുമായി ഒരു ആശ്വാസവാക്ക് പങ്കുവയ്ക്കുകയോ ചെയ്തിട്ടില്ല. CPM നേതാക്കൾ ഈ സിദ്ധാർത്ഥിന്റെ വീടുമായി അകലം പാലിക്കുന്നപ്പോൾ സ്വാഭാവികമായും വലിയ വിമർശനമാണ് BJP സംസ്ഥാന അധ്യക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയത്. എന്തായാലും സംസ്ഥാന പോലീസ് SFI ക്രിമിനലുകളെ ഇത്തരത്തിൽ
ഇതൊരു കൊലപാതകം തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയുമ്പോഴും ഈ സംസ്ഥാന പോലീസ് SFI ക്രിമിനലുകളെ രക്ഷിക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. അതുകൊണ്ട് സംസ്ഥാന പോലീസിനെ അന്വേഷിക്കാൻ കഴിയില്ല എങ്കിൽ അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് വിടണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത്. ഈ ആവശ്യം മുൻനിർത്തിക്കൊണ്ട് നാളെ വി മുരളീധരൻ നെടുമങ്ങാട് ജംഗ്ഷനിൽ ഒരു സത്യാഗ്രഹ സമരം ഇരിക്കുമെന്നും അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. എന്തായാലും ശക്തമായി തന്നെ ഈ ഒരു പ്രതിഷേധത്തിലേക്ക് കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ല എങ്കിൽ ശക്തമായ ഒരു പ്രതിഷേധ സമരത്തിലേക്ക് പോകാൻ BJP തയ്യാറായിരിക്കുന്നു. അതിന്റെ ആദ്യപടിയായാണ് നാളെ വി മുരളീധരൻ നെടുമങ്ങാട് ജംഗ്ഷനിൽ ഒരു സത്യാഗ്രഹ സമരം ഇരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി അടിയന്തരമായി തന്നെ ഇതിൽ ഇടപെടണം. മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ മൗനം വെടിയണമെന്ന ആവശ്യമാണ് BJP സംസ്ഥാന അധ്യക്ഷൻ സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളെ നെടുമങ്ങാടുള്ള വീട്ടിലെത്തി സന്ദർശിച്ചതിന് ശേഷം ആവശ്യപ്പെട്ടത്. ചന്തു, ഏതായാലും ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. അത് വയനാട്ടിലായാലും കേരളത്തിലൊട്ടാകെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വരികയാണ്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ നേരിട്ട് സിദ്ധാർത്ഥൻ്റെ വീട്ടിലേക്ക് എത്തിയത്. നാളെ ചന്തു സൂചിപ്പിച്ചതുപോലെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റെ നേതൃത്വത്തിൽ നെടുമങ്ങാട് ഉപവാസ സമരമുണ്ട്. ഈ രീതിയിൽ വലിയ പ്രതിഷേധങ്ങളിലേക്ക് പോവുകയാണ്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കറിയാം ഈ കേസ് അന്വേഷണം അട്ടിമറിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും തുടക്കം മുതൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം മറ്റേതെങ്കിലും ഏജൻസിയെ ഏൽപ്പിക്കണം, കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കണമെന്ന ആവശ്യം ഈ ഘട്ടത്തിൽ ശക്തമായി വരുന്നതും. തീർച്ചയായിട്ടും രാജീവ്, അങ്ങനെ തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ വലിയ തരത്തിലുള്ള ആക്ഷേപം ഉയർന്നിരുന്നു. ഒരു ആത്മഹത്യ എന്ന രീതിയിൽ കേസ് ഒതുക്കി തീർക്കുന്നതിനുള്ള ശ്രമം ഡീൻ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്നും ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്ന ആക്ഷേപമാണ് ആദ്യഘട്ടം മുതൽ കുടുംബം ഉയർത്തിയിരുന്നത്. ഇപ്പോൾ അവർ ഒരു CBI അന്വേഷണത്തിന്റെ ആവശ്യം അത് മുന്നോട്ട് വച്ചിട്ടില്ലെങ്കിലും, കാരണം ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഗവർണർ തന്നെ ഹൈക്കോടതിയിൽ കത്ത് നൽകിയിട്ടുണ്ട്. അത് ഒരു ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്. അതിൽ കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷം ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമോ അത് വേണ്ടേ എന്ന കാര്യത്തിൽ പ്രതികരിക്കാമെന്നാണ് സിദ്ധാർത്ഥിന്റെ രക്ഷിതാക്കൾ പറയുന്നത്. പക്ഷേ ഈ അന്വേഷണം, പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നതിൽ വലിയ തരത്തിലുള്ള വിമർശനമുണ്ട്. അന്വേഷണം SFIക്കാർ പൂർണ്ണമായും പ്രതികളായ കേസിൽ ഏത് തരത്തിലേക്ക് എത്തുമെന്ന മുൻ കാലങ്ങളിലെ അനുഭവമൊക്കെ മുൻനിർത്തിക്കൊണ്ട് വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പോലീസിനെ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ കഴിയില്ല എങ്കിൽ അതൊരു കേന്ദ്ര ഏജൻസിക്ക് വിടണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഇതിൽ മുഖ്യമന്ത്രി പുലർത്തുന്ന മൗനം അവിടെയാണ് പ്രസക്തമാകുന്നത്. പൂർണ്ണമായും SFIക്കാർ പ്രതികളായ ഈ കേസിൽ മുഖ്യമന്ത്രി മൗനം തുടരുന്നു, മന്ത്രിമാർ മൗനം തുടരുന്നു, CPM നേതാക്കൾ അകലം പാലിക്കുന്നു. അപ്പോൾ അത് പ്രതികളെ സംരക്ഷിക്കുന്ന തരത്തിലേക്കാണോ ഈ കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന സംശയം സ്വാഭാവികമായും ഉയർന്നു വരുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ രക്ഷിതാക്കളെ സന്ദർശിച്ചതിന് ശേഷം സംസ്ഥാന പോലീസിനെ അന്വേഷിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് കേന്ദ്ര ഏജൻസിക്ക് വിടാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരിക്കുന്നത്. രാജി, യെസ്, ചന്തുവാണ് വിശദാംശങ്ങൾ നൽകിയത്.